നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ തകർത്തുവിട്ടു. ഒന്നിനെതിരെ 2 ഗോളുകൾക്കായിരുന്നു സീസണിലെ അവസാനത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത്. ഇതോടുകൂടി വിജയത്തോടെ തന്നെ സീസൺ അവസാനിപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് പറ്റി. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ തീർച്ചയായും മേധാവിത്വം കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയായിരുന്നു. 47ാമത്തെ മിനിറ്റിൽ കെവിൻ യോക്കിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് ഗോളടിച്ചത്, ആദ്യത്തെ ഗോളടിച്ചത്. എന്നാൽ 61ാമത്തെ മിനിറ്റിൽ നിമിലിലൂടെ ഗോവ തിരിച്ചടിച്ചു. പിന്നീട് തുടർച്ചയായി ബ്ലാസ്റ്റേഴ്സ് രണ്ടാമത്തെ ഗോളിന് വേണ്ടി പ്രഷർ ചെലുത്തി. 80ാമത്തെ മിനിറ്റിൽ അതിന് ഫലമുണ്ടായി. ഫ്രാഞ്ചു രണ്ടാമത്തെ ഗോള് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അടിച്ചു. എന്തായാലും ആദ്യ പകുതിയിൽ ഇരു ടീമുകളും നന്നായി കളിച്ചു. ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ മേധാവിത്വത്തോടു കൂടി തന്നെ കളിച്ചു. പക്ഷെ ഗോളൊന്നും അടിക്കാൻ ആയില്ല. അതുപോലെ തന്നെ FC ഗോവയ്ക്കും ഗോളൊന്നും അടിക്കാനായില്ല. പിന്നീട് രണ്ടാം പകുതി തുടങ്ങി 2 മിനിറ്റിനകമാണ് കെവിൻ യോക്കിലൂടെ ബ്ലാസ്റ്റേഴ്സ് ആ ഒരു മേധാവിത്വം ഗോളിലേക്ക് പരിവർത്തനം ചെയ്തത്. പിന്നീട് FC ഗോവ തുടർച്ചയായി പ്രസ് ചെയ്തുകൊണ്ടിരുന്നു ഗോളിന് വേണ്ടി. അതിൻ്റെ ഗുണം അവർക്ക് 61ാമത്തെ മിനിറ്റിൽ കിട്ടി. നിമിൽ അതിഗംഭീരമായ ഒരു ഗോളിലൂടെ, അതിമനോഹരമായ ഒരു ഗോളിലൂടെ നിമിൽ അവരെ ഒപ്പമെത്തിച്ചു. പിന്നീട് ഫ്രാഞ്ചു 80ാമത്തെ മിനിറ്റിൽ ഗോളടിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ പട്ടിക പൂർത്തിയാക്കി. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 16 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് 8ാം സ്ഥാനത്ത് തന്നെ എത്തി. നേരത്തെ ആഷ്ലെ വെസ്റ്റ്വുഡ് കോച്ചായി വരുന്നതിന് മുമ്പ് ഡേവിഡ് കറ്റാല പരിശീലിപ്പിച്ച സമയത്ത് 6 കളികളിൽ വെറും 1 പോയിന്റ് മാത്രമുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സീസൺ അവസാനിപ്പിക്കുമ്പോൾ 16 പോയിന്റുമായി 8ാം സ്ഥാനത്തെത്തി. തീർച്ചയായിട്ടും വെസ്റ്റ്വുഡിന് ഇതിൻ്റെ കീർത്തി മുഴുവനായും വെസ്റ്റ്വുഡിനാണ്. വെസ്റ്റ്വുഡിൻ്റെ കീഴിൽ 5 ജയങ്ങൾ, തുടർച്ചയായി 5 ജയങ്ങൾ കരസ്ഥമാക്കി ബ്ലാസ്റ്റേഴ്സ് വലിയ മുന്നേറ്റം നടത്തി.